നമസ്കാരം. മുൻമന്ത്രിയായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ സഹോദരപുത്രന്റെ മൃതദേഹം കടലുണ്ടിപ്പുഴയിൽ. ഇന്നലെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കോട്ടക്കുന്നിൽ പോയ മുനീറിന്റെ മൃതദേഹമാണ് കടലുണ്ടിപ്പുഴയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. CPMന്റെ തലമുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ സഹോദരൻ മലപ്പുറം ചെമ്മങ്കടവ് സ്വദേശി പാലോളി അബ്ദുൾ കുട്ടിയുടെ മകൻ 52 വയസ്സുകാരനായ പാലോളി മുനീറിന്റെ മൃതദേഹമാണ് മലപ്പുറം നൂറാടി പാലത്തിനടിയിൽ നിന്ന് ലഭിച്ചത്. മുനീർ ഇന്നലെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കോട്ടക്കുന്നിൽ പോയി. ഇന്ന് രാവിലെ കോട്ടപ്പടിയിലും വന്നുപോയി. പിന്നീട് കണ്ടത് മലപ്പുറം നൂറാടി കടലുണ്ടിപ്പുഴയിൽ നിന്നുള്ള മൃതദേഹമാണ്. ചെറിയ മാനസിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉള്ള വ്യക്തിയാണെന്ന് ബന്ധുക്കൾ പറയുന്നു. അതേസമയം ഇന്ന് രാവിലെ ചെമ്മൻകടവ് അങ്ങാടിയിൽ വെച്ച് മുനീർ ബസ്സിന് മുന്നിലെത്തിയെന്നും ഡ്രൈവർ ഉടൻ ബ്രേക്ക് പിടിച്ചതിനാലാണ് രക്ഷപ്പെട്ടതെന്നും നാട്ടുകാർ പറയുന്നു. മരണകാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും മലപ്പുറം പോലീസ് പറയുന്നുണ്ട്. അതേസമയം പാലത്തിൽ നിന്നും സ്വയം എടുത്ത് ചാടിയതാണെന്ന രീതിയിലുള്ള സ്ഥലത്തുള്ളവർ പോലീസിന് നൽകിയ മൊഴിയിലുമുണ്ട്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മലപ്പുറം പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം SI അജയന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം മുനീറിന്റെ മരണം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വിശ്വസിക്കാനായിട്ടില്ല. വീട്ടിൽ നിന്ന് തന്നെ വിരളമായി മാത്രം പുറത്തിറങ്ങുന്ന മുനീർ നാട്ടുകാരോടും ബന്ധുക്കളോടുമെല്ലാം ചെറിയ അകലവും പാലിച്ചിരുന്നു. മാനസികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണമായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. മകൻ മുഹമ്മദ് സാബിത്ത് കുടുംബസമേതം ഹൈദരാബാദിലാണ്. മകൾ മുഹമ്മദ് ഷഹന. മകൻ ഇന്ന് വൈകിട്ടോടെ വീട്ടിലെത്തും. ശേഷം മറ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോങ്കയം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ